ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ഫ്ലവറിൻ്റെ ക്രോഷ്യ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈസി ആയിട്ട് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുൻപായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ സീപ്പൽ പാർട്ടിലാണ് തുടങ്ങുന്നത്. ഗ്രീൻ കളറിലെ യാണാണ് എടുത്തിട്ടുള്ളത്. 2.5 mm ഒരു ഹുക്കാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മാജിക് റിംഗ് ആണ് ആദ്യം ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമുക്കൊരു 2 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. നമുക്ക് മാജിക് റിങ്ങിൻ്റെ ഉള്ളിൽ കൂടി ഒരു 10 ഡബിൾ ക്രോഷയാണ് ഇനി ചെയ്യാനുള്ളത് കേട്ടോ. യാണിനെ ഹുക്കിൽ ഒരു തവണ ചുറ്റുന്നു. മാജിക് റിങ്ങിൻ്റെ ഉള്ളിൽ കൂടി യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ചെയ്ത് 2 തവണയാണ് നമുക്ക് പുൾ ത്രൂ ചെയ്യാനുള്ളത് കേട്ടോ. അങ്ങനെയാണ് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. നമുക്ക് മാജിക് റിങ്ങിനുള്ളിൽ 10 ഡബിൾ ക്രോഷ്യയാണ് ചെയ്യാനുള്ളത്. ഇപ്പോൾ 10 ആയിട്ടുണ്ട്. നമുക്കിനി മാജിക് റിങ് ക്ലോസ് ചെയ്യാം. നമ്മൾ ആദ്യം ചെയ്ത ഡബിൾ ക്രോഷ്യയുടെ സ്റ്റിച്ചിൽ കൂടിയാണ് ഇനി അത് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു ചെറിയൊരു കൊട്ട പോലെയൊക്കെയാണ് സേപ്പിൾ പാർട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ചെയിൻ സ്റ്റിച്ച് ഒന്നും ചെയ്യേണ്ട, അല്ലാതെ തന്നെ നമുക്ക് യാണിനെ കട്ട് ചെയ്തെടുക്കാം. ഇനി എവിടെയാണോ നമ്മൾ നിർത്തിയത് സ്ലിപ്പ് സ്റ്റിച്ചിൽ നിന്ന് ഹുക്കിനെ വലിച്ചെടുക്കാം. പിന്നെ നെക്സ്റ്റ് കാണുന്ന സ്റ്റിച്ചിൽ കൂടി ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് നമുക്ക് ആ ബാക്കി വന്നിട്ടുള്ള യാണിൻ്റെ ടെയിലിനെ ഉള്ളിലേക്ക് വലിച്ചെടുക്കാം. ഇപ്പോൾ നോക്കാം, നമുക്ക് ഇൻവിസിബിൾ ആയിട്ടാണ് നമ്മളതിനെ വലിച്ച് മാറ്റിയിട്ടുള്ളത്. എല്ലാ സ്റ്റിച്ചസും കറക്റ്റായിട്ട് നമുക്ക് അവിടെ കാണാനും സാധിക്കും. പക്ഷേ ആ സ്റ്റിച്ച് എവിടെയാണ് അവസാനിച്ചതെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല. അതുപോലെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് 2 യാണിൻ്റെയും ടെയിൽ കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് വെച്ച ടെയിൽ കുറച്ച് കട്ട് ചെയ്ത് കളയാം. ബാക്കിയുള്ള നമുക്ക് അവിടെ നിർത്താം. അടുത്ത യാൺ കളർ ചേഞ്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ അതിനെയും കൂടിയും കൂട്ടി വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. അങ്ങനെയാണ് നമുക്ക് ആ യാണിനെ അവിടെ സെക്യൂർ ചെയ്യാൻ പറ്റുന്നത്. അതേ സെയിം സ്റ്റിച്ചിൽ തന്നെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുക. നമുക്ക് യാണിൻ്റെ കളറ് ചേഞ്ച് ചെയ്യാം. റെഡ് കളറ് യാണാണ് എടുത്തിട്ടുള്ളത്. യാണിനെ പുൾ ത്രൂ ചെയ്തെടുത്ത് ഒരു നോട്ട് ഇട്ട് നമുക്ക് അതിനവിടെ സെക്യൂർ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഒരു 2 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി യാൺ ഓവർ ചെയ്യുന്നു. അതേ സ്റ്റിച്ചിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാണിനെ യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ചെയ്ത് എടുക്കുന്നു. നമ്മൾ ഒരിക്കലും ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുന്നില്ല. ഒരു അൺഫിനിഷ്ഡ് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത് പോലെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ നമുക്കൊരു 4 തവണ അതേ സെയിം സ്റ്റിച്ചിൽ തന്നെ യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എല്ലാ ലൂപ്പിൽ കൂടിയും ഒന്നിച്ചിന് പുൾ ത്രൂ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കൊരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെയാണ് നമുക്ക് 10 സ്റ്റിച്ചിലും ചെയ്യേണ്ടത് കേട്ടോ. വീണ്ടും അടുത്ത സ്റ്റിച്ചിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ റെഡ് യാണിൻ്റെ ടെയിലും നേരത്തെ കട്ട് ചെയ്ത ഗ്രീൻ യാണിൻ്റെ ടെയിലും ഉണ്ടാവും. രണ്ടിനും ഒന്നിച്ച് പിടിച്ച് ചേർത്തിട്ട് വേണം നമുക്കിനി സ്റ്റിച്ചസ് ചെയ്യാനായിട്ട് കേട്ടോ. നെക്സ്റ്റ് സ്റ്റിച്ചിലും ഇതുപോലെ തന്നെ ഒരു അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത് പോലെയാണ് നമുക്കിനി ചെയ്യാനുള്ളത്. ഇതിനാണ് നമുക്ക് പഫ് സ്റ്റിച്ച് എന്ന് പറയുന്നത് കേട്ടോ. ഒരു ചെറിയൊരു പഫ് പോലെ ഇങ്ങനെ വീർത്തിരിക്കുന്ന സ്റ്റിച്ചായിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. 4 തവണ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ലൂപ്പിൽ കൂടിയും ഹുക്കിനെ നമുക്ക് വലിച്ചെടുക്കാം. എന്നിട്ടൊരു ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി വരുന്ന എല്ലാ സ്റ്റിച്ചസിലും ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 10 എണ്ണം നമുക്ക് പഫ് സ്റ്റിച്ചസ് ചെയ്തിട്ടുണ്ട്.
ആദ്യം ചെയ്ത പഫ് സ്റ്റിച്ചിൻ്റെ നടുവിലുള്ള സിംഗിൾ ക്രോഷയുടെ ഉള്ളിൽ കൂടി ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ ആദ്യത്തെ സ്ലിപ്പ് സ്റ്റിച്ചാണ്. ഇനി ബാക്കി വരുന്ന എല്ലാ സ്റ്റിച്ചിൽ കൂടിയും ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് ഓരോ സ്ലിപ്പ് സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക കേട്ടോ. 2 3 4 5 6 7 8 9 10. ഇപ്പോൾ നമുക്ക് 10 സ്ലിപ്പ് സ്റ്റിച്ച് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നടുഭാഗം കുറച്ചും കൂടി ഒന്നിങ്ങനെ അടഞ്ഞു വന്ന പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പെറ്റൽസിൻ്റെ പാർട്ട് സ്റ്റാർട്ട് ചെയ്യാം. 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. 1 2 3. ഇനി നമുക്ക് യാണിനെ 2 പ്രാവശ്യം ഹുക്കിൽ ചുറ്റിയെടുക്കാം. നമുക്ക് ട്രിപ്പിൾ ക്രോഷയാണ് ചെയ്യാനുള്ളത് കേട്ടോ. ഹുക്ക് അതിൽ നിന്നും വിട്ടു പോകുന്നതാണ്. അതോടെ ഞാൻ അതിനെ അഴിച്ച് ഒരു തവണയും കൂടിയും ചെയ്യുവാണ്. 3 ചെയിൻ സ്റ്റിച്ച് ഓൾറെഡി ഉണ്ട്. ട്രിപ്പിൾ ക്രോഷയാണ് ചെയ്യുന്നത്. സെയിം സ്റ്റിച്ചിൽ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഒരു 3 ചെയിൻ സ്റ്റിച്ചും കൂടിയും ചെയ്യാം. ഇനി ആദ്യത്തെ ചെയിൻ സ്റ്റിച്ചിൻ്റെയും ട്രിപ്പിൾ ക്രോഷയുടെ ഇടയിൽ വരുന്ന ഗ്യാപ്പിൽ കൂടി ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ഒരു സ്ലിപ്പ് സ്റ്റിച്ചാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഒരു ചെറിയ കുനിപ്പാണ് നമുക്കവിടെ കിട്ടുന്നത്. ഒരു തവണ കൂടി അതേ സെയിം സ്റ്റിച്ചിൽ തന്നെ നമുക്ക് ട്രിപ്പിൾ ക്രോഷേ ചെയ്യാം. വീണ്ടും 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നു. ആ ഗ്യാപ്പിലുള്ള സ്പേസിൽ കൂടി ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് വീണ്ടും ഒരു സ്ലിപ്പ് സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതുപോലെ ഓരോ സ്റ്റിച്ചിൻ്റെ ഉള്ളിലും 2 ട്രിപ്പിൾ ക്രോഷേ വീതമാണ് നമുക്ക് ചെയ്യാനുള്ളത് കേട്ടോ. ഇപ്പോൾ അടുത്ത സ്റ്റിച്ചിലാണ് ചെയ്യുന്നത്. ഒരു ട്രിപ്പിൾ ക്രോഷേ ചെയ്തു. 3 ചെയിൻ സ്റ്റിച്ച്. ഇനി അതിൻ്റെ ഉള്ളിലുള്ള സ്പേസിൽ കൂടി കടത്തി നമുക്കതിന് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. വീണ്ടും ട്രിപ്പിൾ ക്രോഷേ തന്നെ സെയിം സ്റ്റിച്ചിൽ തന്നെയാണ് ചെയ്യേണ്ടത്. ഓരോ സ്റ്റിച്ചിനകത്തും 2 ട്രിപ്പിൾ ക്രോഷേ ആണ് നമുക്ക് ചെയ്യാനുള്ളത്. 3 ചെയിൻ സ്റ്റിച്ച്, അടുത്തായിട്ടൊരു സ്ലിപ്പ് സ്റ്റിച്ച്. ഇതുപോലെ നമുക്ക് ഓരോ സ്റ്റിച്ചിലും ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ടോട്ടൽ 10 സ്റ്റിച്ചസ് ആണുള്ളത്. അപ്പോൾ നമുക്കൊരു 20 ട്രിപ്പിൾ ക്രോഷേ ആണ് ചെയ്യേണ്ടി വരുന്നത് കേട്ടോ. ഇപ്പോൾ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഏറ്റവും ആദ്യം ചെയ്ത സ്ലിപ്പ് സ്റ്റിച്ചിൻ്റെ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിൽ കൂടി ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് നമുക്കിപ്പോൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ചെയിൻ സ്റ്റിച്ചും കൂടെ ഇട്ട് യാണിനെ സെക്യൂർഡ് ആക്കി കഴിഞ്ഞാൽ നമുക്കതിനെ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഉള്ളിലുള്ള സ്റ്റിച്ചസിൽ കൂടി യാണിനെ നമുക്ക് സെക്യൂർ ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് ഫ്ലവറിൻ്റെ സെൻറ്റർ പാർട്ടായിട്ടുള്ള പോളനാണ് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കൊരു യെല്ലോ കളറിൽ യാൺ എടുക്കാം.
ആദ്യം തന്നെ നമുക്കൊരു സ്ലിപ്പ് നോട്ട് ചെയ്യാം. ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് നമുക്ക് 4 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. 1 2 3 4. ഇനി നമുക്ക് ആദ്യത്തെ ചെയിൻ സ്റ്റിച്ചിൽ കൂടി ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഓക്കെ, വീണ്ടും ഒരു 4 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും ആദ്യത്തെ സ്റ്റിച്ചിൽ കൂടി ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. 4 chain stitch and slip stitch into the first stitch. ഇങ്ങനെ നമുക്കൊരു 10 തവണ ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമുക്കത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഫ്ലവറിൻ്റെ സെൻറ്ററിൽ വരുന്നത്. അത് നമുക്ക് ചുരുട്ടിയെടുക്കുകയാണ് വേണ്ടത്. ഗ്ലൂ വെച്ച് നമുക്കതിനെ റൗണ്ടായിട്ട് ചുറ്റിയെടുത്ത് ഒട്ടിച്ച് വയ്ക്കാം. അതുപോലെ തന്നെ ഒരു തിന്നായിട്ടുള്ള കമ്പി കൂടെ വയർ കൂടെ നമുക്കതിനകത്ത് സെക്യൂറായിട്ട് ചെയ്ത് വയ്ക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഒരു അറ്റമാണ് നമുക്ക് ഫ്ലവറിൻ്റെ നടുവിൽ കൂടി കയറ്റി ഇറക്കേണ്ടത്. അപ്പോൾ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവർ എല്ലാവരും ചെയ്ത് നോക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്നെ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് തരണം. സബ്സ്ക്രൈബേഴ്സൊക്കെ എനിക്ക് വളരെ കുറവാണ്. കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ആവുന്നതിനനുസരിച്ച് കൂടുതൽ ഈസി ആയിട്ടുള്ള പല വെറൈറ്റിയിലുള്ള ഫ്ലവേഴ്സിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് പോളൻ പാർട്ട് കറക്റ്റായിട്ടുണ്ട്. അതുപോലെ ഫ്ലവറും ഉഷാറായിട്ടുണ്ട്. നമുക്കിനി ഫ്ലവറിൻ്റെ ഒന്ന് പെറ്റലിൻ്റെ പാർട്ടിനെ നമുക്കൊന്ന് ഒരു സ്ട്രെയിറ്റ്നർ വെച്ച് ഒന്ന് നിവർത്തിയെടുക്കാം കേട്ടോ. കുറച്ചൊന്ന് സ്ട്രെയിറ്റായിട്ട് നിൽക്കാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഇനി പൂവിൻ്റെ തണ്ടാണ് വേണ്ടത്. ഗ്രീൻ കളർ യാൺ വെച്ച് ഗ്ലൂ വെച്ച് നമുക്കതിനെ ഒന്ന് ചുറ്റി എടുക്കാവുന്നതാണ്.
അപ്പോൾ ഫ്ലവർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്